അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പരിശുദ്ധമായ റമദാനു ഷരീഫ് അവസാനത്തെ 22 നോമ്പ് ഇന്നത്തോടുകൂടി പൂർത്തിയാവുകയാണ്. 23ാമത്തെ രാവ് പ്രതീക്ഷിക്കുന്ന മഹത്തമായ വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവസാനത്തെ 10 ഓരോ ഒറ്റയിട്ട രാവുകളും നിങ്ങൾ പ്രധാനമായും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം എന്ന് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അൽഹംദുലില്ലാ, 21ാം രാവ് നമ്മളിൽ നിന്ന് യാത്രയായി. അള്ളാഹു നമുക്കത് കിട്ടിയവരിൽ പെടുത്തി തരട്ടെ. എന്നാൽ ഇന്ന് വലിയൊരു ഓഫർ ഇന്ന് ആയേക്കാം എന്ന വലിയൊരു സമാധാനം ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റഹ്മഹുല്ലാഹി തആല അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദ്റിന്റെ ഒറ്റയിട്ട രാവും വെള്ളിയാഴ്ച രാവും ഒരു ദിവസത്തിൽ സംജാതമായി നിങ്ങൾക്ക് ഒത്തുവന്നാൽ അത് മറ്റുള്ള ദിവസങ്ങളെക്കാൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രാത്രി, ഇന്നത്തെ 23ാമത്തെ രാവ് വെള്ളിയാഴ്ച രാവും ഒറ്റയിട്ട രാവുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് വളരെ പരിഗണനയോടെ എടുത്ത് ആ രാവിനെ പ്രതീക്ഷിക്കണം. മാത്രവുമല്ല, എന്ത് ചെയ്യണം എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തങ്ങളെ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ഇങ്ങനെ ഒരു പ്രയാസപ്പെടുത്തുന്ന ഒന്നും അല്ല പറഞ്ഞത്. ഓ ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇത് നീ ധാരാളം അധികരിപ്പിക്കണം. ഇതെന്റെ കേൾക്കുന്ന ഉമ്മമാര്, ഖുർആൻ ഓതാൻ അറിയാത്തവര്, കൂടുതൽ നിസ്കരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഈ രാത്രികളിൽ പരമാവധി ഉറക്കമൊഴിച്ച് അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ഈ ഒരു ദിക്ർ പരമാവധി നമ്മൾ വർദ്ധിപ്പിച്ചാൽ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ ഭാഗ്യം നമുക്ക് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു അവന്റെ മാപ്പും നരകമോചനവും നമുക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.